ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു ഉച്ചയൂണ് തയ്യാറാക്കാം കേട്ടോ. ഒരു മീൻ കറിയും ഒരു തോരനും ഒരു വെള്ളരിക്ക വെച്ചൊരു പച്ചടിയാണ് തയ്യാറാക്കുന്നത്. ആദ്യം വെള്ളരി ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് കറിവേപ്പിലയും ഒരു 4 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെല്ലുള്ളി എന്നിവ ചെറുതായി കട്ട് ചെയ്തിട്ടിടുക. എന്നിട്ടത് നമുക്ക് മൺചട്ടിയിലേക്ക് ഇടാം കേട്ടോ. മൺചട്ടിയിൽ വെച്ചാലാണ് ഒന്നും കൂടെ ടേസ്റ്റ്. അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് വേവാൻ വയ്ക്കാം, ഉപ്പും ചേർത്തിട്ട്. ഇതിൽ മഞ്ഞളും മുളകും ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. പച്ചടിയാണ് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ എൻ്റെതായൊരു രീതിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അത് വേവാൻ വെക്കുന്ന സമയം കൊണ്ട് ഞാൻ തോരനെ കട്ട് ചെയ്യാണ് കേട്ടോ. തോരന് കട്ട് ചെയ്ത് വെച്ച് ക്യാരറ്റും ബീൻസും എല്ലാം ഇട്ടിട്ടാണ് കേട്ടോ തോരൻ വയ്ക്കുന്നത്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തിട്ടെല്ലാം ചട്ടിയിലേക്ക് ഇടാം. ബീൻസ്, ചെറിയ കഷ്ണം വെള്ളരിൻ്റെ ഇത്തിരി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ ഞാൻ അതിലേക്ക് അങ്ങ് ചേർത്തതാണ് തോരന് വേണ്ടിയിട്ട്. ആ തോരൻ്റെ 2 പച്ചമുളകും ഒരു വെല്ലുള്ളിയും കറിവേപ്പിലയും ഇതെല്ലാം ചേർത്ത് നല്ലെണ്ണ ഇളക്കി അല്പം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തോരൻ വേവാൻ വയ്ക്കാം. ക്യാരറ്റൊക്കെ ആകുമ്പോൾ ഇത്തിരി വേവുണ്ടാവുമല്ലോ, ഉപ്പും ചേർത്തിട്ടുണ്ടേ. നല്ലോണം ഇളക്കി നമുക്ക് യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, അല്പം വെള്ളമാണ്, വളരെ കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചിട്ടുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് പച്ചടിയിലേക്കുള്ള തേങ്ങ അരക്കാം. ഒരു മുറി തേങ്ങയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മോരും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക. ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങ അരക്കുന്നതിലേക്ക്. പച്ചടിക്ക് വേണ്ടിയിട്ടാണ് അരക്കുന്നത്. പിന്നെ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. മോര് ഒഴിച്ചിട്ട് തേങ്ങ ഒന്ന് അരച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കടുകും ചേർത്ത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുക. ഇത് തോരനിലുള്ള തേങ്ങ ഒതുക്കിയിട്ടതാണ് കേട്ടോ. അത് ഞാനൊന്നും ചേർത്തിട്ടില്ല, തേങ്ങ ഒന്ന് ഒതുക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ തോരനിലേക്ക്. വെള്ളരി നല്ലപോലെ വെള്ളം വറ്റി ഒന്ന് വെന്ത് കിട്ടണം. പിന്നെ മീൻ കറിക്കും ഞാനെല്ലാം ഒരുമിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഓരോ ജോലി കഴിയുമ്പോൾ ഓരോന്ന് ഉണ്ടാക്കുകയാണ്. ഉലുവ പൊട്ടിച്ച് വെല്ലുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഇട്ട് ഞാൻ അങ്ങോട്ട് മീൻ കറിൻ്റെത് വാടാൻ വെച്ചതാണ് കേട്ടോ. അതൊന്ന് വാടുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചടിയിലേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ മോര് വെച്ചിട്ട് അരച്ചതാണ് കേട്ടോ. അങ്ങനെ തന്നെ അരക്കാൻ ശ്രമിക്കുക, വെള്ളം കൂടി പോവരുത്. കടുകും ചേർക്കണം. ഒരു 2 സ്പൂണ് കടുകാണ് ഞാൻ ചേർത്തത്. വറുക്കാത്ത പച്ച കടുകില്ലേ, അതാണ് പച്ചടിക്ക് ആവശ്യം. ഇഞ്ചി എല്ലാം കൂടെ ചേർത്തിട്ട് അരക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഉപ്പ് പോരായിരുന്നു, കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്തതാണ്. ഓരോ ജോലിയും പെട്ടെന്ന് തീർക്കലാണ് കേട്ടോ എൻ്റെ പതിവ്. എല്ലാവരും അങ്ങനെയാണോ? ഞാനിങ്ങനെ ജോലി എന്ന് പറഞ്ഞ് കിച്ചണിൽ ഇങ്ങനെ ഇരിക്കൂല, വേഗം കുക്കിങ് കഴിച്ച് അങ്ങ് പോവും കിച്ചണിൽ. അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് മീൻ കറിക്കുള്ള മസാലകളൊക്കെ ഇടാം. ഞാൻ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഒന്ന് വാടിയതിന് ശേഷം 2 തക്കാളി ഇട്ടു, ഒരു കഷ്ണം മാങ്ങ ഇട്ടു. പിന്നെ അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി. അല്പം വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലോണം മീൻ കറിക്ക് വേവാൻ വേണ്ടി വയ്ക്കാം.
മൂന്നും ഓരോരടുപ്പത്തുനിന്ന് വേവ് കേട്ടോ. അപ്പോൾ പച്ചടി തയ്യാറായി. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും താളിച്ച് വെച്ചതാണ്. വറ്റൽമുളക് ഇല്ല, വറ്റൽമുളക് അതും കൂടി താളിപ്പിലേക്ക് ഇടുക കേട്ടോ. പിന്നെ തോരൻ വെച്ച് തോരനും റെഡിയായിട്ടോ. ഇനിയിപ്പം മീൻ കറിയാണുള്ളത്. പിന്നെ ചോറും ഒരു അടുപ്പിൽ നിന്ന് വേവുന്നുണ്ട്. മീൻകറി വേവാൻ വെക്കുന്ന സമയം കൊണ്ട് ഞാൻ മീൻ കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. പരല് മീനാണ്, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് പോകും. അപ്പം നല്ലോണം മസാലകളെല്ലാം വെന്ത് കുറിയതിന് ശേഷം മാത്രമാണ് മീൻ ഇടാവുള്ളൂ. മീൻ കഴുകി വൃത്തിയാക്കിയത് വിട്ട്. കോലി അങ്ങനത്തെ എല്ലാം മീനാണ്, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മീനാണ്. പിന്നെ ഉലുവയും കടുകും പെരിഞ്ചീരവും കറിവേപ്പിലയും എല്ലാം കൂടെ ഞാൻ വറുത്ത് പൊടിച്ച് വെക്കും മീൻ കറിയിലിടാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ചെയ്യാം. ഒരേ അളവിലെടുത്തിട്ട് ഒന്ന് കരിഞ്ഞു പോവാതെ വറുത്ത് പൊടിച്ച് വെച്ചാൽ മതി. എല്ലാം റെഡിയായിട്ടോ. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പായസം ഒന്നും പറയാനൊന്നുമില്ല കേട്ടോ. ഒരു തട്ടിക്കൂട്ട് പായസം കുടിക്കണമെന്ന് തോന്നിയപ്പോൾ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് പായസം ഉണ്ടാക്കി. എല്ലാവരും എൻ്റെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ.